ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കുന്നും മലയൊക്കെ കയറാം കേട്ടോ. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് മറ്റേ വണ്ടികളിൽ കയറിനൊക്കെ കൂടുതൽ കോൺഫിഡൻസിൽ കയറാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ആവശ്യം കഴിഞ്ഞ് അങ്ങനെ മടക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഈ ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജാമായി നിൽക്കുകയും ചെയ്യും. ഫ്രെയിമിൻ്റെ കണക്കാക്കിയിട്ടുള്ള ഒരു ആംഗിളാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് കുറച്ച് വെൽഡിങ് ചെയ്തിട്ടാണ് ഇതിനെ 90 ഡിഗ്രിയിൽ നിർത്തിയത്. ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ആദ്യം വണ്ടി ഗിയർ ബോക്സ് പണിഞ്ഞു, കംപ്ലൈൻ്റ് ആയി, വീണ്ടും പണിഞ്ഞു, വീണ്ടും കംപ്ലൈൻ്റ് ആയി. വീണ്ടും നോക്കിയപ്പോൾ ആ ഗിയർ ബോക്സ് മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് എല്ലാ കാര്യത്തിനും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗസിംഗ് ട്യൂബ്, പിന്നെ ഡിഫറൻഷ്യലിനകത്ത് ചെറും ചെളിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്പിൻഡിൽ, ആക്സിൽ, പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീ വീൽ ഹബിൻ്റെ ആ ഭാഗത്തൊക്കെ നെറ്റും ബോൾട്ടൊന്നും ത്രെഡ് പ്രോപ്പറില്ലാതെ അനബോണ്ട് വെച്ച് കുറേ. ഹായ് ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ എൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട് ജീപ്പിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇന്നത് ചെയ്യാമെന്ന് കരുതി. നാട്ടിൽ പ്രാവശ്യം വന്നതും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 12 ദിവസത്തെ ട്രിപ്പ് എനിക്ക് പോകാൻ ആഗ്രഹിച്ച് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടോ. അതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാനും, ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു ഹെവി ഓഫ് റോഡ് പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ബാക്കിലൊക്കെ കുറച്ച് ഇടി കിട്ടി, ലൈറ്റ് പൊട്ടി, അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ഓഡോമീറ്ററിലെ പ്രോബ്ലംസ്, ലൈറ്റിൻ്റെ വയറിങ്, ഇതെല്ലാം ഇപ്പോൾ റെഡി ആക്കിയിട്ടാണ്. അപ്പോൾ ഒരു റിവ്യൂ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഈ വണ്ടി CJ500DI 1993 മോഡലാണ്. ഇത് 2 വീൽ ഡ്രൈവ് വണ്ടിയായിരുന്നു. സ്റ്റോക്ക് കേരള പോലീസിൻ്റെ വണ്ടിയായിരുന്നു. KL1 രജിസ്ട്രേഷനാണ്. ഇത് ലേലത്തിൽ പിടിച്ച ഒരു ടീം നമ്മുടെ നാട്ടിൽ ഒറ്റപ്പാലത്ത് KCBന് വേണ്ടി ഓടുകയായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ അറൗണ്ട് 90,000 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുക ചെയ്തത്. ഇതിൻ്റെ ഈ ബോഡി എല്ലാം പുതിയതാണ്. ഡിസ്ക് മിലിറ്ററി ഡിസ്ക്കാണ്. ടയർ NDMS ടയറാണ്. പിന്നെ ഞാൻ അത്യാവശ്യം മിലിറ്ററി ഫിറ്റിങ്സൊക്കെ മറ്റേ ഇവിടുന്ന് നമ്മുടെ എവിടെ സ്ഥലത്തിൻ്റെ പേര്, നമ്മുടെ മൂവാറ്റുപുഴ കുമരൻ ഓട്ടോമൊബൈലിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാക്കിൽ ടോവിങ്, ഇതൊക്കെ ആദ്യമായിട്ട് ഇപ്പോഴാട്ടോ യൂസ് ചെയ്തത്. കഴിഞ്ഞ ഓഫ് റോഡ് പോയപ്പോൾ ഈ ടോവിങ് ഹൂക്കൊക്കെ വെച്ച് നമ്മൾ 2 വണ്ടി വലിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് നമ്മൾ 4 വീൽ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത് 3+1 ഗിയർ ബോക്സ് ആണ്. അതേ 3+1 തന്നെയാണ് നമ്മൾ 4 വീൽ ചെയ്തത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി സ്റ്റോക്ക് പോലെ തന്നെ വെക്കണം, ആ ഒരു വിൻറ്റേജ് ലുക്ക് നഷ്ടപ്പെടുന്നത്. ആ 3 ഗിയർ ഒന്നും മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ KMT90 പോകാതിരുന്നത്. ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ആദ്യം വണ്ടി ഗിയർ ബോക്സ് പണിഞ്ഞു, കംപ്ലൈൻ്റ് ആയി, വീണ്ടും പണിഞ്ഞു, വീണ്ടും കംപ്ലൈൻ്റ് ആയി. വീണ്ടും നോക്കിയപ്പോൾ ആ ഗിയർ ബോക്സ് മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് എല്ലാ കാര്യത്തിനും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗസിംഗ് ട്യൂബ്, പിന്നെ ഡിഫറൻഷ്യലിനകത്ത് ചെറും ചെളിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്പിൻഡിൽ, ആക്സിൽ, പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീ വീൽ ഹബിൻ്റെ ആ ഭാഗത്തൊക്കെ നെറ്റും ബോൾട്ടൊന്നും ത്രെഡ് പ്രോപ്പറില്ലാതെ അനബോണ്ട് വെച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ കുറേ പ്രശ്നങ്ങളും വർത്താനൊക്കെ വേണ്ടി വന്നു അവർ ടീമൊക്കെ ആയിട്ട്. എനിവേ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഞാനിപ്പോൾ വണ്ടി ലാസ്റ്റായിട്ട് പണിയുന്നത് അനസിൻ്റെ അടുത്താണ്, മണ്ണാർക്കാട്. ആൾ 2 ഹൗസിംഗ് ട്യൂബ് ഇറക്കി, പർജൊക്കെ മാറ്റി വെൽഡ് ചെയ്തു. പിന്നെ 2 ഡിഫറൻഷ്യലിൻ്റെയും ഓയിലും എല്ലാം മാറ്റി. ഗിയർ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി. അത്യാവശ്യം തേയ്മാനുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ റൺ. സോ അതേ ആസിറ്റീസ് അങ്ങനെ വെച്ചു. അതിൻ്റെ ബാക്കിൽ നെറ്റും കാര്യങ്ങളൊക്കെ ലൂസായിരുന്നു, അതൊക്കെ ടൈറ്റ് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതുപോലെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ത്രെഡ് പോയതൊക്കെ റീത്രെഡ് ചെയ്തു. പിന്നെ ഫ്രീ വീൽ ഹബിനകത്ത് നമ്മൾ മറ്റേ സർക്കിളിപ്പ് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബ്രേക്കിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ മാറ്റി, സ്പിൻഡിൽ ബിയറിംഗ് ഒക്കെ മാറ്റി. അങ്ങനെ എനിവേസ് വണ്ടീനെ കുറിച്ച് ഞാൻ പറയാം. വണ്ടി 93 മോഡൽ CJ500DI ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ 4-5 ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. KM ഗാരേജിൽ നിന്നാണ് ലിഫ്റ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡോറ് ഞാൻ പാലക്കാടിൻ്റെ ഒരു ഫ്രണ്ട് അജയൻ്റെ അടുത്താണ് ചെയ്തത്. ഇത് പൗഡർ കോട്ട് ചെയ്തത് KM ഗാരേജിൽ നിന്നാണ്. ഇതൊന്നും മോശമില്ലാത്തൊരു പെയിൻറ്റ് ജോബ് തന്നെയാണ് കേട്ടോ. അത്ര ഒരു റഫ് ഫിനിഷിംഗ് ഇല്ല, ഒരു സ്മൂത്ത് ഫിനിഷിംഗ് ആണെങ്കിലും നല്ല പെയിൻറ്റ് ജോബാണ്. കാരണം ഇതുവരെ അതിന് പെയിൻറ്റ് പൊട്ടിയിട്ടൊന്നുമില്ല, സ്ട്രോങ് ആണ്. പിന്നെ ഈ വണ്ടിക്ക് അടിയിൽ നമ്മുടെ ട്രാൻസ്ഫർ കേസിനകത്ത് ഒരു ഗാർഡ് ഉണ്ട്, കണ്ടില്ലേ, കാണിച്ചു തരാം കേട്ടോ. അത് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നമ്മുടെ ഹൗസിംഗ് അല്ല, നമ്മുടെ ഫ്രണ്ട് ഹൗസിങ്ങിന് നമ്മളൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലുണ്ടായിരുന്നു, ബാക്കിലത്തെ ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് ഊരി വെച്ചു. അതിന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് നെറ്റും ബോൾട്ടും ജാമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ പുറത്തുനിന്ന് ബേറിന്ന് കൊണ്ടുവന്ന ലൈറ്റാണ്. ഇതിൻ്റെ ക്ലാമ്പ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൽ കുറച്ച് ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. റാംഗ്ലറിൻ്റെ ഫ്രെയിമിൻ്റെ കണക്കാക്കിയിട്ടുള്ള ഒരു ആംഗിളാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് കുറച്ച് വെൽഡിങ് ചെയ്തിട്ടാണ് ഇതിനെ 90 ഡിഗ്രിയിൽ നിർത്തിയത്. ഇത് ഭയങ്കര ലുക്ക് കേട്ടോ വണ്ടിക്ക്. വണ്ടി വരുമ്പോൾ തന്നെ തള്ളി നിൽക്കണ പോലെ ഉണ്ടാവും. പിന്നെ ഡിസ്ക് മിലിറ്ററി ഡിസ്ക്കാണ്. ടയർ സാധാരണ NDMS ടയറാണ്. എനിക്ക് അങ്ങനെ ഒരു ലുക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ പഴയ NDMS തന്നെ വെച്ചത്. പിന്നെ ടയർ വളരെ ചീപ്പാണ്, അപ്പോൾ ഈ ടയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കരുതി. പിന്നെ ഇത് നമ്മുടെ കുക്കിംഗ് ട്രേ ആണ് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ആവശ്യം കഴിഞ്ഞ് അങ്ങനെ മടക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഈ ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജാമായി നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് മിലിറ്ററി ഇന്ത്യൻ ആർമിയുടെ തന്നെ ടോവിങ് ഹൂക്കാണ്.
പിന്നെ പിന്നെ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈലൻസർ നമ്മൾ ബാക്കിൽ നിന്ന് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പീക്കർ വെക്കാനായിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ചെറിയ സ്പീക്കർ ഹോൾഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. JBL സ്പീക്കർ ഡയറക്റ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഊരി വെച്ചിരിക്കുക ചാർജിൽ. അത് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ എടുത്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾസ്ട്രി നോർമൽ അപ്പോൾസ്ട്രിയാണ്, ഇത്തിരി ഹൈറ്റ് കുറച്ചിരുന്നത് മാത്രം. ഇതൊക്കെ നോർമലായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇൻവേർട്ടറിൻ്റെ സീറ്റാണ്. പിന്നെ എൻജിൻ റൂം കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ സാധാരണ ഇതൊക്കെ ഞാൻ ആമസോൺ തന്നെ എക്സ്ട്രീം പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധാരണ ലൈറ്റാണ്. ഇടലൊന്നുമില്ല, 8 ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഒരു ഷോന് വെച്ചിരുന്നതന്നെ ഇട്ടുള്ളൂ. ഇത് അയച്ചു കളഞ്ഞാലും ഞാൻ ആലോചിക്കാറ്, ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഇതിട്ട ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. ഇതിൽ ഈ സൈഡിൽ മാത്രം ഒരു ഓറഞ്ച് ലൈറ്റ് വരുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ആൾക്കാർക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് നമ്മുടെ ഗിയർ ബോക്സ് കേട്ടോ. ഇത് 3+1 ഗിയർ ബോക്സ് ആണ്. പിന്നെ ഓഡോമീറ്റർ, നമ്മൾ സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ പ്ലഗും കാര്യങ്ങളൊക്കെ അന്ന് കൊടുത്തു. അത് ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് 5G ആണ്. ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഇപ്പോഴും വണ്ടിയുടെ ചെയ്യണം. ആൾ വണ്ടി വീടിന്ന് കൊണ്ടുപോകും, എല്ലാം ഫിക്സ് ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് തരും. പിന്നെ ഓക്കെ, എൻജിൻ റൂം കാണിച്ചു തരാം കേട്ടോ. എൻജിൻ റൂമൊക്കെ നമ്മൾ പണിയുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് പണിഞ്ഞത്. അത് ഇന്നും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അയ്യോ, ഓക്കെ. ഇതാണ് നമ്മുടെ എൻജിൻ റൂം. ഇത് പുതിയതായിരുന്നു, ലീക്കുള്ളപ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് വെച്ചതാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല, അതൊന്ന് വാങ്ങിച്ച് മാറ്റുന്നുണ്ട്. അത് മാത്രമേ പഴയതായിട്ടുള്ളൂ കേട്ടോ വണ്ടിയിൽ. റൂട്ട്സിൻ്റെ ഹോൺ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹോണ് മറ്റേ സ്പെയർ ആയിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. ഡീസൽ പമ്പ് നമ്മൾ 93 മോഡലിൽ നിന്ന് മാറ്റി 96 പെൻറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 96 95 എന്തോ ആക്കിയിട്ടുണ്ട്. ഡീസൽ പമ്പ് മാറ്റിയതാണ് ഞാൻ. അതിൽ കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ജസ്റ്റ് മാറ്റി. പിന്നെ ഇതിൻ്റെ വേറെ ചെയ്തത്, നമ്മൾ ഈ ഡൈനമോ ഉണ്ടല്ലോ, അത് ബൊലേറോൻ്റെ, ഇപ്പോൾ ബൊലേറോനൊക്കെ വരുന്ന ആ ടൈപ്പ് ഫിറ്റിംഗ് ആക്കി കേട്ടോ. പണ്ടത്തെ പോലെ, പണ്ടത്തെ നെറ്റ് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അത് മാറ്റി ഇങ്ങനെ ആക്കി. പിന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഈ റേഡിയേറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. റേഡിയേറ്റർ മേജറിൻ്റെ ആണെന്ന് തോന്നുന്നു. റേഡിയേറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എഞ്ചിൻ റൂം ഉണ്ടല്ലേ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഈ ബൾബ് വർക്കിംഗ് ആണോന്ന് അറിയില്ല. വർക്കിംഗ് ആയിരുന്നു പണ്ട്, നോക്കട്ടെ, ചാവിട്ടാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ സീറ്റ് ഫ്രണ്ടിലൊരു സിംഗിൾ സീറ്റും സൈഡിൽ ബെഞ്ച് സീറ്റും, പക്ഷേ സ്പ്ലിറ്റാണ്. ഇത് നീക്കാൻ പറ്റുന്ന സീറ്റാണ്. അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യം. ഇപ്പോൾ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ, അമ്മേ ചാവി എടുക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ജീപ്പിൻ്റെ ചാവി കേട്ടോ. ഇതിനകത്ത് 2 ബോക്സ് ഉണ്ട്. ബോക്സ് ഞാൻ പെയിൻറ്റ് ജോബിന് വേണ്ടി കയറ്റിയിരിക്കുന്നത്. ഗോഗ്രേജിൻ്റെ ലോക്ക് മാറ്റിയപ്പോൾ കുറച്ച് പെയിൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം എടുത്താണ്. ഇനി വല്ല റെസ്റ്റോ കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ആണല്ലോ. ഇത് നോർമൽ സ്പ്രേ പെയിൻ്റർ കേട്ടോ. ഞാൻ ഇതിനൊരു ഹാൻഡിൽ വാങ്ങിച്ചത്. സുഖമാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട്, നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വലിച്ചോഫാണ് കേട്ടോ. വലിച്ചിട്ടാണ് വണ്ടി ഓഫ് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞ ലൈറ്റ് കേട്ടോ, ഓറഞ്ച് ലൈറ്റ് പറഞ്ഞില്ലേ, ഇത് ഇട്ടാൽ നല്ല രസമാണ്. ആർക്കും ഒരു ഇറിറ്റേഷനും ഇല്ല. വണ്ടിക്ക് നല്ല ക്യൂട്ട് ലുക്കാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ലൈക്ക് ഇൻസെക്റ്റിൻ്റെ ഒക്കെ ഇതാക്കാൻ വേണ്ടി ഒരു സ്ക്രീൻ പോലെ വരുമല്ലോ, അത് ഞാനിവിടെ സ്പോട്ട് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പൈസ എടുത്ത് ഇന്ന് കിട്ടും. അതെപ്പോഴും വെക്കാം, ഊരാം. പക്ഷെ അത് ശരിക്കും ഊരിയല്ല കേട്ടോ ഭംഗി. വെച്ച വേറൊരു ഭംഗിയാണ്, പക്ഷെ ഊരിയല്ല ജീപ്പിന് റിയൽ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീപ്പ്. ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കുന്നും മലയൊക്കെ കയറാം കേട്ടോ. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് മറ്റേ വണ്ടികളിൽ കയറിനൊക്കെ കൂടുതൽ കോൺഫിഡൻസിൽ കയറാൻ പറ്റും. എന്തെങ്കിലും കേട് വന്നാലും നമുക്ക് ഈസിലി റിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊരു എന്താ പറയുക, മറ്റേ വണ്ടികളാകുമ്പോൾ സെൻസേഴ്സും കാര്യങ്ങളും അടിത്തട്ടലും ഒക്കെ നമ്മൾ വല്ലാണ്ട് ടെൻഷൻ എടുപ്പിക്കും. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 4 വീൽ ഡ്രൈവിൽ ഉള്ള വണ്ടി തന്നെ നോക്കി മേടിക്കുക. 4 വീൽ ഡ്രൈവ് കൺവേർട്ട് ചെയ്യാൻ നിൽക്കാണ്ടിരിക്കുക. ഇനി 4 വീൽ ഡ്രൈവ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമായിട്ടല്ല, ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യുക, നല്ല നോക്കി ചെയ്യുക, നല്ല കൂട്ടുകാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി നിൽക്കുക. പിന്നെ പണിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എനിക്ക് കുറേ അനുഭവിച്ചാണ്.
അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ കൊടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിട്ട് പോലും നമുക്ക് ഒരു വിഷമത്തിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഓഫ് റോഡൊക്കെ പോയി. വണ്ടി എന്തായാലും ഞാൻ കൊടുക്കണില്ല. ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് കൊടുത്താലേ പിന്നെ വാങ്ങിക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയുള്ളൂ. കൊടുക്കുമ്പോൾ നമുക്ക് വലിയ വില കിട്ടൂല, പിന്നെ പോലെ അപ്പോൾ വില കാണൂല. വാങ്ങിക്കാൻ പോകുമ്പോഴേ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടി ലൈഫ് ടൈം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇത് പോണ പോലെ മറ്റേ വണ്ടികൾ പോണ കാര്യം സംശയം തന്നെയാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാട്ടോ പറയണത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് ഓഫ് റോഡ് പോയി മുന്നേ പോയപ്പോഴൊക്കെ ഇത് എങ്ങനെയും കയറി പോകും. അതിന് കംപ്ലയിൻറ്റ് വന്നാലേ അത്രയ്ക്ക് വരാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 4 വീലർ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നുള്ളത്. ഹൗസിംഗ് ട്യൂബിൽ വരുന്ന പർജ് ഇതാണ് കേട്ടോ. ഇത് വരെ 150 രൂപയും കണ്ടുള്ളൂ. അത് കറക്റ്റായിട്ടില്ലായിരിക്കും. അത് ഓവലായി പൊട്ടിപ്പൊളിഞ്ഞ സാധനമാണെങ്കിൽ ഈ ഹൗസിംഗ് ട്യൂബ് തന്നെ നീങ്ങിപ്പോവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്പിൻഡിൽ ബിയറിങ്, ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഞാൻ ബുഷ് ഇട്ടിട്ടാണ് കയറ്റിയിട്ടില്ല. ഇതൊന്നും നേരത്തെ ബുഷ് ഇല്ലാണ്ട് ആടി കളിക്കുമായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഗിയർ ബോക്സ് മാത്രം നോക്കിയാൽ മതി. ഗിയർ ബോക്സ് മാത്രമല്ല, ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിക്ക് ഇതിന് ബന്ധപ്പെട്ട് പല കാര്യമുണ്ട്. ഹൗസിംഗ് ട്യൂബ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ മറ്റേ സ്പിൻഡിൽ ബിയറിങ്, അല്ലെങ്കിൽ അതിൻ്റെ ടയർ ആ എൻഡ് വരുന്നത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഹൗസിംഗ് ട്യൂബ് മാറുമ്പോൾ ഇതെല്ലാം മാറും. അപ്പം നല്ല ട്യൂബ് തന്നെ കയറ്റണം. ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അല്ലെങ്കിൽ ഒരു കച്ചറ സാധനം കയറ്റി വിട്ട് കഴിഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഉദ്ദേശിച്ചത്, കേടുവന്ന സാധനമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതോ തേഞ്ഞ് പൊട്ടാറോ ഇതൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്താണോ കയറ്റുന്നത് നിങ്ങൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്യുക കറക്റ്റ് സാധനമാണ്, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതിൻ്റെ പണികൾ ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ ഒരു വണ്ടി വീട്ടിലുള്ളത് ഒരു സംശയത്തെ കാര്യമാണ്. കാറ് പോലെയല്ല, നമുക്ക് ഏത് ടെറൈനിലും ഏത് മഴയിലും ഏത് വെള്ളത്തിലും, ഞാനിപ്പോൾ ഈ വണ്ടി ഈ ഒരു ലെവൽ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. ഇതൊരു ബീസ്റ്റ് തന്നെയാണ്, ഇതൊരു സോളിഡ് പീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ വീട്ടിലുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു അസറ്റ് തന്നെയാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാം, കൂടെ നിർത്താം. അത്രയ്ക്ക് ഇപ്പോൾ ഇന്നൊക്കെ ഇഷ്ടംപോലെ മെക്കാനിക് അവൈലബിൾ ആണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പിള്ളേർ ഈ ഫീൽഡിൽ ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എനിക്ക് അറിയുന്ന കാര്യം തീർച്ചയായും പറഞ്ഞുതരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചോദിക്കാം. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്. നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് പോകും. ശരിക്കും എനിക്ക് തോന്നിപ്പോകാറുണ്ട് കേട്ടോ. ഇതിന് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലേക്ക് ബേറിലേക്ക് തിരിച്ചു പോകുമ്പോൾ കരയാൻ വരെ സാധ്യതയുണ്ട്.